അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ബിക്കോസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ചെറിയ ഡിഫറൻസ് ആണ് അല്ലേ. സോ എന്താ ചെയ്യും ക്വസ്റ്റൻ ഇക്വേഷൻ എന്താ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവില്ല. ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ മൈനസ് തീറ്റ എസ്. ഇതിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവല്ലോ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ മൈനസ് ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയാൻ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയാം. ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു P2 ദാറ്റ് ഇസ് സെക്കൻഡ് പവർ എത്രയാണ് 1800 ആണ്. അപ്പോൾ ഓപ്ഷൻ വരും ഓപ്ഷൻ സി സി. ഓക്കെ അപ്പോൾ സ്റ്റെപ്പാസ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. ജസ്റ്റ് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്തിട്ട് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. ദാറ്റ് ഇസ് ഏരിയയും ടെമ്പറേച്ചറാണ് മാറുന്നത്. അപ്പോൾ ഏരിയയും ടെമ്പറേച്ചർ കൂടി ഡിവൈഡ് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് P2 വാല്യൂ കിട്ടും. കാര്യം മനസ്സിലായല്ലോ. ഓക്കെ ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആണ് തന്നിട്ടുണ്ട് അല്ലേ. ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആണ്. സെയിം ഏരിയ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ അത് ക്യാൻസൽ ആയി പോയി. ഈ ഏരിയ ക്യാൻസൽ ആയി പോയി. പിന്നെ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആദ്യത്തെ റോഡിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ K1 is equal to 8K. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി സി ആൻസർ. ഹലോ ഗൈസ്, മൈ നെയിം ഇസ് നിഖിൽ. സോ ഇവിടെ നമ്മൾ ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വരെ കഴിഞ്ഞായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളതിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പോവാണ്. കോൾഡ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയും. ഓക്കെ, സോ ആ ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നീറ്റ് ജെയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. സോ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതായത് ഈ ഹീറ്റും പിന്നെ തെർമോഡൈനാമിക്സ് രണ്ട് ചാപ്റ്ററിൽ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. സോ നമുക്ക് നോക്കാം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, സോ ലാസ്റ്റ് ടൈം റിവിഷൻ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ അധികം തിയറി പറയത്തില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് അതിൻ്റെ റിവിഷൻ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The energy that will be ideally radiated by 100 kilowatt transmitter in 1 hour is. Okay, നീ 2022 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ കണ്ടല്ലോ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ. എന്താ തന്നേക്കുന്നത്? പവർ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, നമുക്ക് എനർജി ആണല്ലേ വേണ്ട അല്ലേ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. പവറിൻ്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് P is equal to എനർജി ഡിവൈഡ് ബൈ ടൈം. ഇതല്ലേ ഇക്വേഷൻ. പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡെസിപ്പേഷൻ ഓഫ് എനർജി ആണ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് എനർജി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് എനർജി ആണ് പവർ എന്ന് പറയുന്നത്. എനർജി ബൈ ടൈം ആണ് പവർ. അപ്പോൾ പവർ തന്നിട്ടുണ്ട് എത്രയാ? 100 kW അല്ലേ. കിലോ വാട്ട് എന്ന് പറയുമ്പോൾ പവറിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, പിന്നെ ടൈം തന്നിട്ടുണ്ട് എത്രയാ? 1 hour. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? എനർജി റേഡിയേറ്റഡ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ എനർജി കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യും? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻടു ടൈം. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ എത്രയാ? 100 kW. അപ്പോൾ 100 × 10⁻³ കൂടി വരും അല്ലേ. ഇൻടു ടൈം എത്രയാണ്? ടൈം 1 hour ആണ് അല്ലേ. 1 hour എന്ന് പറയുമ്പോൾ സെക്കൻഡ്സിലേക്ക് മാറ്റേണ്ടത്. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ആണ്. അപ്പോൾ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യും? 1 hour എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 60 minutes. അതിന് സെക്കൻഡ്സ് ആക്കാനായിട്ട് 60 × 60 എന്ന് വരും അല്ലേ. അത്രയും സെക്കൻഡ്സ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3600 സെക്കൻഡ്സ് വരും. ഇതറിയായിരിക്കുമല്ലോ. 1 hour എന്ന് പറയുമ്പോൾ 3600 സെക്കൻഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത്രയാണ് ടൈം എന്ന് പറയുന്നത്. 3600 സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി ദാറ്റ് ഈസ് വാട്ടും സെക്കൻഡ്സും കൂടി ജൂളാണ്. പിന്നെ 100 × 10⁻³ എന്ന് പറയുമ്പോൾ 10⁵. 10⁵ പിന്നെ 36 അതിന് കൂടെ 2 0. അപ്പോൾ എത്ര വരും? 36 ഇൻറ്റു മൊത്തം 10⁷ വരത്തില്ല. ഇത് 2 0 പിന്നെ ഇത് 3. അപ്പോൾ 5 ആയി. 5 2 7. അപ്പോൾ 37 × 36 × 10⁻⁷ അത്രയും ജൂൾസ് അല്ലെങ്കിൽ വാട്ട് സെക്കൻഡ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഓക്കെ. അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ഓക്കെ, സോ ഇത് പഠിക്കാതെ പോകണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A cup of coffee cools from 90°C to 80°C in T minutes. When the room temperature is 20°C, the time taken by the similar cup of coffee to cool from 80° to 60° at the same room temperature at 20°C is. Okay, അപ്പോൾ ഇത് എന്തിൻ്റെ ക്വസ്റ്റ്യൻ ആയത്? ഏത് ആപ്ലിക്കേഷൻ ആയത്? ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ആണ് അല്ലേ. പഠിച്ചിട്ടുണ്ടാവും. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അതായത് ഒരു കപ്പ് ഓഫ് കോഫി അല്ലേ. ഒരു കപ്പ് ഓഫ് കോഫീൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 90°C. അത് 90°C ഇത് തണുത്തത് എത്രയായി? 80°C ആയിട്ട് മാറി. ഇനി എത്ര ടൈമില്ല? T ടൈമിൽ. അപ്പോൾ 90°C ഇരിക്കുന്ന കപ്പ് ഓഫ് കോഫി അത് കൂൾ ഡൗൺ ചെയ്ത് 80°C ആയി ഇൻ T minutes അല്ലേ. പിന്നെ റൂം ടെമ്പറേച്ചർ, ആ വെച്ചിരിക്കുന്ന റൂമിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് എത്ര? 20°C.
ഇതേ കപ്പ് ഓഫ് കോഫി ഇനി 80 നിന്ന് 60 ആവാൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചത്. 90 നിന്ന് 80 ആവാൻ T മിനിറ്റ്സ് ആണെങ്കിൽ 80 നിന്ന് 60 ആണ്, അതിന് എത്ര ടൈം എടുക്കും? റൂം സെയിം തന്നെ, സെയിം ടെമ്പറേച്ചർ ആണ് റൂമിൻ്റെ 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ആണ്, ബിക്കോസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ചെറിയ ഡിഫറൻസ് ആണ് അല്ലേ. സോ എന്താ ചെയ്യും? ക്വസ്റ്റ്യൻ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതായത് dQ/dt is equal to K into theta minus theta s. ഇതിലെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് dQ/dt is equal to K into theta minus dQ/dt എന്ന് പറയാം, dθ/dt എന്ന് പറയാം. dθ/dt is equal to K into theta minus theta s ആണ് അല്ലേ. അതിൽ dQ/dt എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആണ് അല്ലേ. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്, ദാറ്റ് ഈസ് ഇതിൽ ഡിക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തീറ്റ ഫൈനൽ മൈനസ് തീറ്റ ഇനീഷ്യൽ ആണ്. എന്താ ഈ തീറ്റ? ഇവിടെ ആംഗിളൊന്നും ഇല്ലല്ലോ. ശരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ ടെമ്പറേച്ചറിന് നമ്മൾ തീറ്റ എന്നാണ് നമ്മൾ സിംബലൈസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ടെമ്പറേച്ചർ T ആണല്ലോ എടുക്കാറ്, പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ ടെമ്പറേച്ചർ തീറ്റ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. കാരണം ഈ ചാപ്റ്ററിൽ ടെമ്പറേച്ചറും വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്. അപ്പോൾ ടൈമിന് നമ്മൾ T ഓൾറെഡി കൊടുത്തുപോയി. അതുകൊണ്ട് ടെമ്പറേച്ചർ നമ്മൾ ടൈമിന് പകരം നമ്മൾ Tക്ക് പകരം നമ്മൾ തീറ്റ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ തീറ്റ എഴുതിയിരിക്കുന്നത് എന്തുവാ? ടെമ്പറേച്ചർ ആണല്ലേ. അപ്പോൾ dQ/dt എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്, അതാണ് dQ അല്ലെങ്കിൽ ΔQ എന്ന് പറയാം. ΔQ ഓർ dQ, അത് എത്രയാ? ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ടൈം നമുക്ക് T ആണെന്നറിയാം. പിന്നെ ഈ തീറ്റ കണ്ടോ, ഈ തീറ്റ എന്ന് പറയുമ്പോൾ ആക്ച്വലി തീറ്റ ആവറേജ് ആണ്. ദിസ് ഇസ് തീറ്റ ആവറേജ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? തീറ്റ ഫൈനൽ പ്ലസ് തീറ്റ ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, പിന്നെ തീറ്റ എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്. അതായത് ആ റൂമിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 20 ഡിഗ്രി സെൽഷ്യസ്, അത് ഇതാണ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അതായത് dQ/dtയിൽ dQ അല്ലെങ്കിൽ dθ എന്ന് പറയാം. dθ/dt എന്ന് പറയുന്നത് എന്താ? ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ് dQ. ഡിവൈഡഡ് ബൈ dt എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറും, അത് കഴിഞ്ഞ് K ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് തീറ്റ ആവറേജ് ആണ്. അത് ഈ രണ്ട് ടെമ്പറേച്ചറിൻ്റെ കൂടി ആവറേജ് എടുക്കണം, മൈനസ് തീറ്റ എസ് എന്ന് വരും. ഓക്കെ, ഇപ്പോൾ വാല്യൂ പുട്ട് ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാൻ പറ്റും. നോക്കിയേ, ആദ്യത്തെ കേസിൽ എന്താ പറയുന്നത്? 90 ഇത് 80 ആയി അല്ലേ. അപ്പോൾ 90 ഇത് 80, അപ്പോൾ ഡിക്യൂൻ്റെ വാല്യൂ എന്താ വരും? ദാറ്റ് ഇസ് 90 മൈനസ് 80 അല്ലേ. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് ഡിക്യൂബിൻ്റെ വാല്യൂ. ഡിവൈഡ് ബൈ ടൈം dt തന്നിട്ടുണ്ട്, ടൈം എത്ര? T സെക്കൻഡ്സ് ആണ്. ഈക്വൽ ടു K ഇൻറ്റു തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ ആവറേജ് ആണ്. അതെന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ആവറേജ് എടുത്താൽ മതി. അപ്പോൾ 90 പ്ലസ് 80 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ 90 പ്ലസ് 80 ഡിവൈഡഡ് ബൈ 2 മൈനസ് തീറ്റാസ് എത്രയാണ്? തീറ്റാസ് 20 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? ഇത് സോൾവ് ചെയ്ത് വന്നേ. അപ്പോൾ 90 മൈനസ് 80 എന്ന് പറയുമ്പോൾ എത്ര വരും? 90 മൈനസ് 80 10 ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ T ഇസ് ഈക്വൽ ടു K ഇൻറ്റു 90 പ്ലസ് 80 എത്ര? 90 പ്ലസ് 80 170 ആണ്. 170യുടെ പകുതി 160 ആണെങ്കിൽ 80, അപ്പോൾ 75 അല്ലേ. അപ്പോൾ 85 മൈനസ് 20 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ T ഇൻറ്റു K ഇൻറ്റു 80 മൈനസ് 20 എന്ന് പറയുമ്പോൾ 65 അല്ലേ. അപ്പോൾ 65 ഇൻറ്റു 65, അത് ഇക്വേഷൻ നമ്പർ 1 ആണെന്നിരിക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. നമുക്ക് ഇനി എന്താ വേണ്ടത്? ഇനി 80 ഇത് 60 ആവാൻ വേണ്ടി വേണ്ട ടൈമാണ് വേണ്ട അല്ലേ. സെയിം ടെമ്പറേച്ചർ തന്നെ 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 80 ഇത് ഇനി 60ലേക്ക്. അപ്പോൾ 80 നിന്ന് 60 ആകുമ്പോൾ ഇക്വേഷൻ എന്താ വരും? ഇക്വേഷൻ എന്താ വരുന്നത്? ഈ ഇക്വേഷൻ അതിൻ്റെ പുട്ട് ചെയ്താൽ മതി. അപ്പോൾ dQ/dt എന്താ വരും? ദാറ്റ് ഈസ് 80 മൈനസ് 60 ഡിവൈഡ് ബൈ, ആ ടൈം നമുക്ക് അറിയത്തില്ല, ഇതിൻ്റെ വാല്യൂ നമുക്ക് 80 മൈനസ് 60 ടൈം നമുക്ക് അറിയത്തില്ല, നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഈക്വൽ ടു Kൻ്റെ വാല്യൂ സെയിം തന്നെ, K ഇൻറ്റു പിന്നെ ഇതിനെ വല്ല എന്താ എഴുതാം? ആവറേജ് അല്ലേ. അപ്പോൾ ആവറേജ് പറയും 80 പ്ലസ് 60 ബൈ 2 മൈനസ് പിന്നെ ഇനീഷ്യൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 തന്നെ. കാര്യം മനസ്സിലായാലോ? ഇത്ര ഉള്ളു. dθ/dt is equal to K ഇൻറ്റു തീറ്റ ആവറേജ് മൈനസ് തീറ്റ എസ്. dQ എന്ന് പറയുന്നത് ഏത് ടെമ്പറേച്ചറിൽ ഏത് ടെമ്പറേച്ചറിലേക്ക് പോയി. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് നമ്മൾ dQ എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു K ഇൻറ്റു തീറ്റ എന്ന് പറയുമ്പോൾ ആ നേരത്തെ എടുത്ത രണ്ട് ടെമ്പറേച്ചർ കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ആവറേജ് എടുത്താൽ മതി, മൈനസ് തീറ്റ എസ്. കാര്യം മനസ്സിലായല്ലോ? സോൾവ് ചെയ്തപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് 20 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു 60 പ്ലസ് 80 എന്ന് പറയുമ്പോൾ 140 അല്ലേ. അപ്പോൾ 140 ബൈ 2 എന്ന് പറയുമ്പോൾ 70 ആണ്. അപ്പോൾ 70 മൈനസ് 20 എന്ന് വരും, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ബൈ എക്സ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു
70 മൈനസ് 20 എന്ന് പറയുമ്പോൾ 50 അല്ലേ, അപ്പോൾ 50 എന്ന് വരും, ശരിയല്ലേ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 കുട്ടി. അപ്പോൾ അതേ നമുക്ക് 2 ഇക്വേഷനായി. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എക്സ് അല്ലേ വേണ്ടേ, അപ്പോൾ സോൾവ് ചെയ്തെടുത്താൽ മതി, 2 കൂടി ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 10/t ഇൻറ്റു കെ മൈനസ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ എന്താ, 10/t ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 65 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ഏതാ 20/x ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 50. ശരിയല്ലേ? ഇത് കെ അങ്ങ് ക്യാൻസൽ ആയിപ്പോയി, ഇത് ഇവിടുന്ന് ഒരു 0 ക്യാൻസൽ ആയിപ്പോയി, അപ്പോൾ ഇത് 2 വരും. അപ്പോൾ സോൾവ് ചെയ്തുമ്പോൾ എന്താ വരുന്നത്, ദാറ്റ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 65 50 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും, 65 5 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 13 അല്ലേ, 50 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എന്ന് വരും അല്ലേ. ഈ എക്സ് മോഡിൽ പോകുമ്പോൾ എക്സ് ഡിവൈഡ് ബൈ 2t എന്ന് വരും, ശരിയല്ലേ? എക്സ് ഡിവൈഡ് ബൈ 2t = 13 ഡിവൈഡ് ബൈ 10 എന്ന് വരും. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എക്സ് അല്ലേ വേണ്ട, അപ്പോൾ എക്സ് = എന്താ വരും, എക്സ് = ദാറ്റ് ഈസ് 2 × 13 ഡിവൈഡ് ബൈ 10 × t, ശരിയല്ലേ? ഇത് 2യും 10 കൂടി ക്യാൻസൽ ആയിപ്പോയി, ഇപ്പോൾ 5, അത് എക്സ് = 13/5 × t വരും. ഓക്കെ, അപ്പം നേരത്തെ 90 80 ഡിഗ്രി ആവാൻ വേണ്ടി എടുത്ത ടൈം ടി ആണെന്നുണ്ടെങ്കിൽ 80 60 ആവാൻ വേണ്ടി എടുക്കുന്ന ടൈം എത്രയാണ്, 13/5 × t ആണ്. സോ ഓപ്ഷൻ ചെയ്ത് വരും, മറ്റൊരു ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. നമുക്ക് കാര്യം മനസ്സിലായാലോ? ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇക്വേഷൻ ഫുട്ടിയാൽ മാത്രം അറിയണമെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the quantity of heat required to raise the temperature of 2 solid copper spheres of radii R1 and R2, where R1 is equal to 1.5 R2 through 1 Kelvin R in the ratio. ഇത് 2020 ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ ചോദിച്ചേക്കുന്നത്, ഹീറ്റാണ് ചോദിച്ചേക്കുന്നത് അല്ലേ, ഹീറ്റാണ് വേണ്ടത് അല്ലേ. ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 2 കോപ്പർ വയേഴ്സ്, റേഡിയസ് തന്നിട്ടുണ്ട്, ത്രൂ 1 ഡിഗ്രി അല്ലേ, 1 ഡിഗ്രി കെൽവിൻ. 1 ഡിഗ്രി കെൽവിന് വേണ്ട ഹീറ്റാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഹീറ്റിന് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്നല്ല പറയുന്നത് അല്ലേ, പഠിച്ചിട്ടുണ്ടാവും. സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് കൊടുക്കേണ്ട ഹീറ്റാണ് എന്ത്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് അല്ലേ, പഠിച്ചിട്ടുണ്ടാവും. 1 ഡിഗ്രി ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് കൊടുക്കേണ്ട ഹീറ്റിന് പറയുന്ന പേരാണ് എന്ത്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ സ്പെസിഫിക് ഹീറ്റ് തന്നെ ഹീറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഹീറ്റിൻ്റെ സ്പെസിഫിക് ഹീറ്റിന് ടേംസിൻ്റെ ഇക്വേഷൻ എന്തൊക്കെ, ഇക്വേഷൻ എന്താണ്, ΔQ = MS ΔT, ഇതന്നെ ഇക്വേഷൻ അല്ലേ. ദാറ്റ് ഹീറ്റ് ഇൻ ടേംസ് ഓഫ് എന്താ, സ്പെസിഫിക് ഹീറ്റ് ആണ് അല്ലേ. ഇതെന്താ, ΔQ എന്ന് പറയുന്നത് ഹീറ്റാണ്, M is the മാസ് അല്ലേ, S എന്താ സ്പെസിഫിക് ഹീറ്റ്, പിന്നെ ΔT is ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമുക്കറിയാം എത്രയാണ്, 1 കെൽവിൻ ആണ് അല്ലേ, കാരണം 1 കെൽവിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വേണ്ട ഹീറ്റാണ്. 1 കെൽവിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വേണ്ട ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 100 ആണെങ്കിൽ 101 ആവാൻ വേണ്ടി വേണ്ട ഹീറ്റ്, അല്ലെങ്കിൽ 50 നിന്ന് 51 ആക്കാൻ വേണ്ടി വേണ്ട ഹീറ്റ്. ഓക്കെ, അപ്പോൾ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടി വേണ്ട ഹീറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ΔQ അപ്പോൾ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്, സ്പെസിഫിക് ഹീറ്റ് ΔQ = MS ΔT. ഇവിടെ മാസ് തന്നിട്ടില്ല, പക്ഷെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വോളിയം എഴുതാമല്ലോ. അപ്പോൾ മാസിൻ്റെ വോളിയമിൻ്റെ ടേംസിലേക്ക് മാറ്റിക്ക് നമുക്കറിയാം, ദാറ്റ് ഈസ് ഡെൻസിറ്റി = മാസ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോളിയം എഴുതാമല്ലോ. അപ്പോൾ ഇതിങ്ങോട്ട് പുട്ട് ചെയ്താൽ മതി. അപ്പോൾ ΔQ = മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ΔT എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിയാൽ നമുക്കിനി എന്താ വേണ്ടത്, നമുക്ക് റേഡിയസിൻ്റെ ഡിഫറൻസ് ആണല്ലേ. സെയിം 2 കോപ്പർ വയറാണെന്ന് തന്നിട്ടുണ്ട്, 2 കോപ്പറാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും, അതിൻ്റെ സ്പെസിഫിക് ഹീറ്റും സെയിം ആയിരിക്കുമല്ലോ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെൻസിറ്റി ആണെങ്കിലും സ്പെസിഫിക് ഹീറ്റ് ആണെങ്കിലും രണ്ടും മെറ്റീരിയലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രണ്ട് സ്പിയറും കോപ്പറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും, സ്പെസിഫിക് ഹീറ്റും സെയിം ആയിരിക്കും. ശരിയാണല്ലോ? ഇനി വോളിയം ഡിഫറെൻ്റ് അല്ലേ, വോളിയം ഡിഫറെൻ്റ് ആണ്, കാരണം റേഡിയസ് ഡിഫറെൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ΔT നോക്കിയാൽ ΔT എന്താ, ΔTയും സെയിം ആണല്ലോ, ΔTയും സെയിം ആണ്, കാരണം 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടി വേണ്ട ഹീറ്റ്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 1 കെൽവിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ ആകെ മാറുന്ന വോളിയം മാത്രം, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാം. തന്നെ ΔQ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് വരുമല്ലോ, ശരിയല്ലേ. വോളിയം എന്ന് പറയുമ്പോൾ സ്പിയർ ആണ്. അപ്പോൾ സ്പിയർ എന്ന് പറയുമ്പോൾ 4/3 πr3. അപ്പോൾ എഴുതിക്കുക ΔQ1
ബൈ ഡെൽറ്റ ക്യൂ ടു ഇസ് ഈക്വൽ ടു V1 ബൈ V2 എന്ന് വരുമല്ലോ. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് എന്തായാലും വെട്ടിപ്പോ, അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി വോളിയത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 പൈ R1 ക്യൂബ് ഡിവൈഡ് ബൈ 4/3 പൈ R2 ക്യൂബ്. ശരിയല്ലേ? ഈ 4/3 ബൈ 4/3 പൈ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഡെൽറ്റ Q1 ഡിവൈഡ് ബൈ ഡെൽറ്റ Q2 ഇസ് ഈക്വൽ ടു R1 ബൈ R2 ദ ഹോൾ ക്യൂബ്. ശരിയല്ലേ? ഇനി R1 R2 തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. R1 ഇസ് ഈക്വൽ ടു 1.5 R2 അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 R2 എന്ന് എഴുതാമല്ലോ. R1 പകരം 1.5 R2 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ R2 ദ ഹോൾ ക്യൂബ്. ശരിയല്ലേ? R1 ക്യാൻസൽ ആയിപ്പോൾ. ഇപ്പോൾ ഡെൽറ്റ Q1 ബൈ ഡെൽറ്റ Q2 ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ 1.5ൻ്റെ ക്യൂബ്, ഇത് 1.5ൻ്റെ ക്യൂബായിട്ട് വരുമല്ലോ. ഈ 1.5 3/2 ആയിട്ട് എഴുതാമല്ലോ. അതായിരിക്കും കുറച്ചുകൂടി ഈസി. കാരണം ഓപ്ഷനിൽ ഫ്രാക്ഷൻ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ 1.5നെ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ മതി. 3/2 ആയിട്ട് എഴുതാം. അപ്പോൾ 3/2 അതിൻ്റെ ഹോൾ ക്യൂബായിട്ട് വരും. ശരിയല്ലേ? അതെത്രയാ? 3ൻ്റെ ക്യൂബ് 27, 2ൻ്റെ ക്യൂബ് 8 ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂബ് ബൈ ഡെൽറ്റ ക്യൂബ് എത്ര കിട്ടി? 27/8. ദാറ്റ് ഇസ് ഓപ്ഷൻ എ എന്ന് വരും. 27/8. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? നമുക്ക് ജസ്റ്റ് ആ ഹീറ്റും സ്പെസിഫിക് ഹീറ്റിൻ്റെ കൺസെപ്റ്റ് അറിയണമെന്നേ ഉള്ളൂ. 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടി വേണ്ട ഹീറ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കും. അപ്പോൾ ഹീറ്റിനെ സ്പെസിഫിക് ഹീറ്റിൻ്റെ ടോപ്സിലേക്കുള്ള ഇക്വേഷനിലേക്കൊന്ന് എഴുതാൻ അറിയണമെന്നേ ഉള്ളൂ. ദാറ്റ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു MS ഡെൽറ്റ ടി എന്ന് വരും. ശരിയല്ലേ? സ്പെസിഫിക് ഹീറ്റിനെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കാരണം രണ്ടും കോപ്പറാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് സെയിം ആയിരിക്കും. ഡെൽറ്റ ടി സെയിം ആണ്. മാസിനെ നമുക്ക് ഡെൻസിറ്റി വോളിയത്തിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാം. ഡെൻസിറ്റി സെയിം ആയിരിക്കും കാരണം രണ്ട് കോപ്പറാണ്. പിന്നെ വോളിയത്തിൻ്റെ ടേംസിലേക്ക് മാത്രം മാറ്റിയിട്ട് അതിനെന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ റേഷ്യോ കിട്ടും 27/8. മനസ്സിലായല്ലോ? അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഈ 2019 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, a copper rod of 88 centimeter and an aluminum rod of unknown length having their increase in length independent of increase in temperature. The length of aluminum rod is. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇവിടെ ഒരു കോപ്പർ റോഡ് തന്നിട്ടുണ്ട്. അതിന് ലെന്ത് നമുക്കറിയാം 88 സെൻറ്റിമീറ്റർ. പിന്നെ അലുമിനിയം റോഡ്, അതിന് ലെന്ത് നമുക്കറിയത്തില്ല. പക്ഷേ രണ്ടിൻ്റെയും ചേഞ്ച് ഇൻ ലെങ്ത്, ഇൻക്രീസ് ഇൻ ലെങ്ത് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ആ അലുമിനിയം റോഡിൻ്റെ ലെന്ത് ആണ് വേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? ഒരു കോപ്പറിൻ്റെ റോഡുണ്ട്, പിന്നെ ഒരു അലുമിനിയത്തിൻ്റെ റോഡുണ്ട്. രണ്ടിൻ്റെയും ഇൻക്രീസ് ഇൻ ലെങ്ത് സെയിം ആണ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്ക് കോപ്പറിൻ്റെ ലെങ്ത് നമുക്കറിയാം. അപ്പോൾ അലുമിനിയത്തിൻ്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഇൻക്രീസ് ഇൻ ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് ലീനിയർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ്റെ ആപ്ലിക്കേഷനാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ. അതിൽ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി അല്ലേ? ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലേ? ഇൻക്രീസ് ഇൻ ലെങ്ത് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ഡെൽറ്റ എന്നാണ്. ഡെൽറ്റ എൻ. അപ്പോൾ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു എൻ ആൽഫ ഡെൽറ്റ ടി. ഇത് ഡെൽറ്റ എന്തുവാ? ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലേ? അപ്പോൾ ഇൻക്രീസ് ഇൻ ലെങ്ത്, ക്യാപിറ്റൽ എൽ എന്തുവാ? ഒറിജിനൽ ലെങ്ത് ആണ് അല്ലേ? ആൽഫ എന്തുവാ? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഡെൽറ്റ ടി എന്തുവാ? ടെമ്പറേച്ചർ ആണ്. ഡെൽറ്റ ടി ഇസ് ദ ടെമ്പറേച്ചർ. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? നമുക്ക് ഡെൽറ്റ എൽ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഡെൽറ്റ എൽ ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് അലുമിനിയം അല്ലേ? ഇൻക്രീസ് ഇൻ ലെങ്ത് രണ്ടിൻ്റെ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ല് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നമുക്ക് ലെങ്ത് ഓഫ് അലുമിനിയം വയറാണ് വേണ്ടത്. കോപ്പറിൻ്റെ നമുക്കറിയാം. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഡെൽറ്റ എൽ കോപ്പറിൻ്റെ പകരം എൽ ആൽഫ ഓഫ് കോപ്പർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ അതേപോലെ തന്നെ ഇത് എഴുതാം. എൽ ഓഫ് അലുമിനിയം ഇൻറ്റു ആൽഫ ഓഫ് അലുമിനിയം ഇൻറ്റു ഡെൽറ്റ ടി. ഇനി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഡെൽറ്റ ടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വരും? ദാറ്റ് ഈസ് ലെങ്ത് ഓഫ്, ഇത് ലെങ്ത് ഓഫ് കോപ്പർ ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് കോപ്പർ ഇൻറ്റു ആൽഫ ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് അലുമിനിയം ഇൻറ്റു ആൽഫ ഓഫ് അലുമിനിയം എന്ന് വരും. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇതന്നെ വേണ്ടേ? അപ്പോൾ ലെങ്ത് ഓഫ് അലുമിനിയം ഇസ് ഈക്വൽ ടു എന്താ വരും? ലെങ്ത് ഓഫ് കോപ്പർ ഇൻറ്റു ആൽഫ ഓഫ് കോപ്പർ ഡിവൈഡ് ബൈ ആൽഫ ഓഫ് അലുമിനിയം എന്ന് വരും. ശരിയല്ലേ?
വാല്യൂ പുട്ട് ചെയ്തേ. ലെങ്ത് ഓഫ് കോപ്പർ എത്രയാ? ലെങ്ത് ഓഫ് കോപ്പർ ഇസ് 88 അല്ലേ? അപ്പോൾ 88 വരും. ഇപ്പോൾ 88 ഇൻറ്റു ആൽഫ ഓഫ് കോപ്പർ എത്രയാ? ആൽഫ ഓഫ് കോപ്പർ ഇസ് 1.7 ഇൻറ്റു 10⁻⁵. 1.7 ഇൻറ്റു 10⁻⁵ ആയി. 10⁻⁵ ഡിവൈഡഡ് ബൈ ആൽഫ ഓഫ് അലുമിനിയം. ആൽഫ ഓഫ് അലുമിനിയം തന്നിട്ടുണ്ട് 2.2 ഇൻറ്റു 10⁻⁵. അപ്പോൾ 2.2 ഇൻറ്റു 10⁻⁵. അപ്പോൾ സോൾവ് ചെയ്ത് വന്നത് എത്ര വരും? ദാറ്റ് ഈസ് ഇത് 1.5, ഇത് 10⁻⁵, 10⁻⁵ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 88 ഇൻറ്റു ഒരു 0 ക്യാൻസൽ ചെയ്യാമല്ലോ. ത്രൂ ഔട്ട് ആ പോയിന്റും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 17/22 വരും. ശരിയല്ലേ? അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 88-നെക്കാളും ഒരു അല്പം താഴെ ആയിരിക്കും അല്ലേ? കാരണം 17/22 അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ലെസ് ദാൻ 1 ആണ് അല്ലേ? ഇപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഏതൊക്കെ ഓപ്ഷൻ വരത്തില്ല? കറക്റ്റ് സോൾവ് ചെയ്യണമെന്നില്ല. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസ് അപ്രോക്സിമേറ്റ് എടുത്താൽ മതി. നമുക്ക് അത്രയും അടുത്തടുത്ത് ക്ലോസ് അല്ല ഓപ്ഷൻസ്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് അപ്രോക്സിമേറ്റ് എടുത്താൽ മതി. അപ്പോൾ 88 എന്തായാലും വരത്തില്ലല്ലോ, കാരണം 88-നെക്കാളും എന്തായാലും കുറവായിരിക്കും ഈ വാല്യൂ അല്ലേ? 88 എന്തായാലും വരത്തില്ല. പിന്നെ ഓപ്ഷൻ സിയും വരത്തില്ലോ. ഓപ്ഷൻ സി വരത്തില്ലല്ലോ, കാരണം ഓപ്ഷൻ സിയിൽ 88-നെക്കാളും കൂടിപ്പോയി. 113 കയറത്തില്ല, 88-നെക്കാളും കുറവാണ്. ഇനി 6.8 വരുമോ? 6.8 വരത്തില്ല, കാരണം അതും തീരെ ചെറുതായിപ്പോയി, തീരെ കുറവായിപ്പോയി. അപ്പോൾ പിന്നെ ഓപ്ഷൻ ഇത് വരുന്നത് ഓപ്ഷൻ എ സി ആൻസർ 68 സെൻറ്റിമീറ്റർ എന്ന് വരും. കാര്യം മനസ്സിലാകും. അപ്പോൾ 68 സെൻറ്റിമീറ്റർ ആണ്. ഇത് അപ്രോക്സിമേറ്റ്ലി 68 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഓപ്ഷൻ നോക്കി പറയാവുന്നേ ഉള്ളൂ. 88-നെക്കാളും അല്പം കുറവായിരിക്കും ഓപ്ഷൻ. അങ്ങനത്തെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 68 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ഓപ്ഷൻ ഏത് ചെയ്യുന്നു? നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നീറ്റ് 2018. ഓക്കെ, the power radiated by a black body is P and it radiates maximum energy at a wavelength lambda 0. If the temperature of the black body is now changed so that it radiates the maximum energy at a wavelength 3/4 lambda 0, then the power radiated by it becomes NP. That's the value of NG. Question മനസ്സിലായോ? ഒരു ബ്ലാക്ക് ബോഡീൻ്റെ കേസാണ് പറയുന്നതല്ലേ. ബ്ലാക്ക് ബോഡീൻ്റെ കേസ് പറഞ്ഞാൽ ബ്ലാക്ക് ബോഡിയും പവറും കൂടി ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ഏത് ലോ ആയിരിക്കും? സ്റ്റെഫാസ് ലോ ആയിരിക്കും അല്ലേ? പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റെഫാസ് ലോയിൻ്റെ ആപ്ലിക്കേഷൻ ആണിത് അല്ലേ? പവറും ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ഉള്ള ലോ ആണ് ഇത് സ്റ്റെഫാസ് ലോ അല്ലേ? ദാറ്റ് പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁴ അല്ലേ? പഠിച്ചിട്ടുണ്ട് സ്റ്റെഫാസ് ലോ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അതായത് ഒരു ബ്ലാക്ക് ബോഡിയുടെ മാക്സിമം എനർജി ലിബറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അതിൻ്റെ മാക്സിമം എനർജി ലിബറേറ്റ് ചെയ്യുന്നത് വേവ്ലെങ്ത് ലാംഡ 0 ആകുമ്പോഴാണ് അല്ലേ? ഇനി ആ ബ്ലാക്ക് ബോഡിൻ്റെ ടെമ്പറേച്ചർ മാറ്റിയപ്പം ആ ബോഡി റിലീസ് ചെയ്യുന്ന മാക്സിമം എനർജി 3/4 ലാംഡ 0-ലാണെന്നുണ്ടെങ്കിൽ പവറിൻ്റെ വാല്യൂ NP ആണ്. അപ്പോൾ നമുക്ക് ആ എൻ്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഇത് ആക്ച്വലി ഇത് ലാംഡയും ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ആയിരിക്കും അല്ലേ? നമുക്ക് 2 ലോ ഉണ്ട്, ഒന്ന് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയും പിന്നെ ഒന്ന് സ്റ്റെഫാസ് ലോ അല്ലേ? അപ്പോൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്തുവാ? അത് വേവ് ലെങ്ത്തും ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷനാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. പവറും ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷനാണ് ഇത് സ്റ്റെഫാസ് ലോ. അപ്പോൾ ഇവിടെ 2 ലോയും ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം എന്താ പറയുന്നത്? ആദ്യമേ ലാംഡ 0 ആയിരുന്നു മാക്സിമം എനർജി ലിബറേറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കാണുമല്ലോ, നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. നമുക്ക് വീഡിയോയിൽ എഴുതാം പ്രകാരം. അപ്പോൾ വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ അനുസരിച്ച് ലാംഡ മാക്സിമം എനർജി ലിബറേറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/T അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/T. സോ ആദ്യത്തെ കേസിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് കേസിൽ ലാംഡ 0 ആയിരുന്നു അല്ലേ? അപ്പോൾ ലാംഡ 0 ഒരു ടെമ്പറേച്ചർ കാണും. എത്രയാണ്? 1/, നമുക്കൊരു T1 ആയിട്ട് എടുക്കാം. 1/T1. ഓക്കെ, അടുത്ത കേസിൽ എന്താ പറയുന്നത്? അടുത്ത കേസിൽ മാക്സിമം വേവ് ലെങ്ത് എത്രയായി? മാക്സിമം വേവ് ലെങ്ത് 3/4 ലാംഡ 0 ആയി. അപ്പോൾ 3/4 ലാംഡ 0 ആകുമ്പോൾ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/T2 എന്നായിരിക്കുമല്ലോ. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്തോ വരും? ഇത് റേഷ്യോ എടുത്ത് നോക്കിക്കേ. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ ഇത് 2 കൂടി ഡിവൈഡ് ചെയ്യാം. 2 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ലാംഡ 0 ക്യാൻസൽ ആയി പോയി. ഈ 3/4 അങ്ങ് മുകളിൽ പോകുമ്പോൾ 4/3 ഇതാവും അല്ലേ? അപ്പോൾ 4/3 is equal to T2/T1 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ T1/T2 is equal to 3/4 എന്ന് കിട്ടി.
കാര്യം മനസ്സിലായാലോ? ഓക്കെ അല്ലേ? 3/4 കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ആദ്യത്തെ ടെമ്പറേച്ചറിലെ പവർ എത്രയായിരുന്നു? ആദ്യത്തെ വേവ് ലെങ്ത് ലാംഡയും അതിൻ്റെ ടെമ്പറേച്ചർ T1 ആയിരുന്നു. അപ്പോൾ അതിന് പവർ എത്രയായി? P ആയി. ഇനി ഈ വേവ് ലെങ്ത് മാറ്റിക്കൊണ്ട് അതിനെ 3/4 λ0 ആക്കിയപ്പോൾ ടെമ്പറേച്ചർ T2 ആണ്, പ്രഷർ അതിൻ്റെ പവർ എത്രയായി? NP. അപ്പോൾ നമുക്ക് ഈ എന്നിൻ്റെ വാല്യൂ വേണ്ടേ. അപ്പോൾ അതേ ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ അറിയാമല്ലോ. അപ്പോൾ ടെമ്പറേച്ചർ പവർ തമ്മിലുള്ള റിലേഷൻ അത് ഏത് ലോ? അത് സ്റ്റെഫാൻസ് ലോ അല്ലേ? സ്റ്റെഫാൻസ് ലോ ആണ്. അപ്പോൾ സ്റ്റെഫാൻസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പവർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T⁴. ശരിയല്ലേ? അപ്പോൾ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ പവറിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ P1/P2 ഇസ് ഈക്വൽ ടു T1/T2⁴ എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പറ T1/T2 വരുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം 3/4⁴ എന്ന് വരും അല്ലേ? 3/4⁴ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3/4⁴ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3ൻ്റെ സ്ക്വയർ 9 അല്ലേ? അപ്പം 9ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 81 അല്ലേ? അപ്പം 3⁴ എന്ന് പറയുമ്പോൾ 81 എന്ന് വരും. അതേപോലെ 4⁴ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പം 16ൻ്റെ സ്ക്വയർ 16 × 60 256. അപ്പോൾ 256 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ അതേ ആൻസറായി. നമുക്ക് P1ൻ്റെ വാല്യൂ P ആണെന്നറിയാം, P2ൻ്റെ വാല്യൂ NP ആണെന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? P1ൻ്റെ വാല്യൂ P എന്ന് തന്നിട്ടുണ്ട്, P2ൻ്റെ വാല്യൂ NP തന്നിട്ടുണ്ട്. നമുക്ക് ഈ എന്നിൻ്റെ വാല്യൂ അല്ലേ വേണ്ടേ? ഇസ് ഈക്വൽ ടു റേഷ്യോ കിട്ടിയ എത്രയാണ്? 81/256. അപ്പോൾ ഈ പിയും പിയും ക്യാൻസൽ ആയിപ്പോയി. NDC കൂടെ എത്ര കിട്ടും? 256/81 എന്ന് കിട്ടും. കാര്യം മനസ്സിലായാലോ? ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ NDC ഈക്വൽ ടു 256/81 വരും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ദാറ്റ് ഈസ് 256/81. ഇത് 2018 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ. ചില സമയത്ത് ഈ വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ലോയും സ്റ്റെഫാൻസ് ലോയും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വർഷം അത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഇത് അടുത്ത വർഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. 2018 ചോദിച്ചത്. അപ്പോൾ അടുത്ത വർഷം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നീറ്റ് 2017 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 2 rods A and B having different materials are welded together as shown in the figure. Their thermal conductivities are K1 and K2. The thermal conductivity of the composite rod will be. ഓക്കെ, അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? 2 റോഡ്സിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? അതിൻ്റെ കോമ്പോസിറ്റ് അതിൻ്റെ നെറ്റ് എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി ആവേണ്ട. ആ ടോട്ടൽ റോഡിന് തെർമൽ കണ്ടക്ടിവിറ്റി ആവേണ്ട. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ആ തെർമൽ കണ്ടക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത്. ആ ടോപ്പിക്കിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇത് ഓർത്താൽ മതി. നമ്മൾ സെക്കൻഡ് ഇയർ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ പഠിക്കുന്നുണ്ട് അല്ലേ? സെക്കൻഡ് ഇയർ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ട്. സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ. സെയിം നമ്മൾ അവിടെ പഠിച്ച സാധനമൊക്കെ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്ക് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ച് കഴിഞ്ഞിട്ട് ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ പഠിക്കുന്ന സാധനമൊക്കെ നമുക്ക് ഇവിടെ കയറി അപ്ലൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളവിടെ സീരീസും പാരലലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇത് ഏത് കോമ്പിനേഷനാണെന്ന് പറയാമോ? ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. ഇത് 2 റോഡ് തന്നിട്ടുണ്ട്. ഇത് ഏതൊരു റോഡാണ്? ഇതൊരു റോഡും പിന്നെ ഇത് അടുത്ത റോഡ്. അപ്പോൾ 2 റോഡും കൂടി പാരലലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. എങ്ങനെ മനസ്സിലായി? കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇത് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? T1 - T2 അല്ലേ? കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണെന്ന് തന്നിട്ടുണ്ട്, ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് T1 - T2 എന്ന് വരുമല്ലോ. ആ റോഡിൻ്റെ 2 അറ്റത്തുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് T1 - T2 ആയിരിക്കും. സെയിം തന്നെയല്ലേ താഴെ വരുന്നത്? ഇവിടുത്തെ ടെമ്പറേച്ചർ T1 തന്നെ തന്നേക്കുന്നത്, ഇവിടുത്തെ ടെമ്പറേച്ചർ T2 തന്നെ തന്നേക്കുന്നത്. അപ്പോൾ T1 - T2 തന്നെ വരും. അപ്പോൾ ഇവിടുത്തെ ഈ 2 എൻസിൻ്റെ ഡിഫറൻസും T1 - T2 എന്ന് വരും. ഇവിടുത്തെ ഡിഫറൻസും T1 - T2 എന്ന് വരും. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഏത് കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ. നമ്മൾ അവിടെ പഠിച്ചേക്കുന്നത് അങ്ങനെ, നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി അങ്ങനെ പഠിച്ചത് 2 റെസിസ്റ്റൻസ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡിഫറൻസ് സെയിം ആയിരിക്കും എന്നല്ലേ പഠിച്ചേക്കുന്നത് അല്ലേ? ഇത് R1, ഇത് R2 ഇല്ലേ? നമ്മളിങ്ങനെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് V ആണെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് V ആണ്, ഇതിൻ്റെ വോൾട്ടേജ് V ആണ് അല്ലേ? അതായത് വോൾട്ടേജ് ഡിഫറൻസ് അല്ലെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻസ്
സെയിം ആയിരിക്കും എന്ന് പറയുന്ന പോലെ ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയൻറ്റ് സെയിം ആണ്. അപ്പോൾ ഇത് പാരലൽ കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഈസ് R effective is equal to R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇതല്ലേ ഇക്വേഷൻ. സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാതേ ഉള്ളൂ. ഓക്കെ, അവിടെ പഠിച്ച സാധനം തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് റെസിസ്റ്റൻസ് അല്ല, നമുക്ക് കണ്ടക്ടിവിറ്റിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ കണ്ടക്ടിവിറ്റിയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ഇക്വേഷന് പകരം നമ്മൾ സാധാ ഇക്വേഷൻ അല്ലേ, നമുക്ക് ഈ ഇക്വേഷൻ ശരിക്കും ഇങ്ങനെയല്ലേ കിട്ടുന്നത്? R effective 1 by R effective is equal to 1 by R1 plus 1 by R2. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ മുകളിലത്തെ ഇക്വേഷൻ കിട്ടുന്നത്. നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം കണ്ടക്ടിവിറ്റിയാണ് വേണ്ടത്. അപ്പോൾ കണ്ടക്ടിവിറ്റീനെ ടേംസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഇക്വേഷൻസിന് പാടായിരിക്കും. അപ്പോൾ ഇത് എടുത്താൽ മതി, ഈ ഇക്വേഷൻ എടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ അറിയാം. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഇസ് R effective is equal to എന്തുവാ? L ഡിവൈഡഡ് ബൈ K. ഇതന്നെ ഇക്വേഷൻ. ഇത് ഏത് റെസിസ്റ്റൻസ്? ഇത് തെർമൽ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ദിസ് ഇസ് ദ തെർമൽ റെസിസ്റ്റൻസ് അല്ലേ? അതിൽ ഈ K എന്തുവാ? ഈ K ആണ് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി. മനസ്സിലായല്ലോ? നമ്മൾ മറ്റേ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ എങ്ങനെ പഠിച്ചത്? ദാറ്റ് ഈസ് R effective is equal to റോ ഇൻറ്റു L ബൈ A. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ ഇത് കണ്ട, രണ്ടും സെയിം ഇക്വേഷനാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇവിടെ നമുക്ക് ഈ റോ എന്താ? ഈ റോ എന്ന് പറയുമ്പോൾ റെസിസ്റ്റിവിറ്റി ആണല്ലേ. റെസിസ്റ്റിവിറ്റീൻ്റെ റെസിപ്രോക്കൽ കണ്ടക്ടിവിറ്റി അല്ലേ. അപ്പോൾ കണ്ടക്ടിവിറ്റി സെയിം ഇക്വേഷൻ തന്നെ വരും. ദാറ്റ് റെസിപ്രോക്കൽ, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 by സിഗ്മ ആയിട്ട് എഴുതാമല്ലോ അല്ലേ. റോ എന്ന് പറയുമ്പോൾ റെസിസ്റ്റിവിറ്റി, അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ റോയ്ക്ക് പകരം നമുക്ക് 1 by സിഗ്മ എന്ന് എഴുതാം. ഇൻടു L by A എന്ന് വരും കേട്ടോ. അപ്പോൾ ഈ സിഗ്മയ്ക്ക് പകരം നമ്മൾ ഇവിടെ വേറൊരു ടേം യൂസ് ചെയ്യുന്നേ ഉള്ളൂ, K. ബാക്കി സാധനം സെയിം ആണ്. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ കണ്ടോ. അപ്പോൾ ഇതിന് നമുക്ക് R effective is equal to L ഡിവൈഡ് ബൈ ഈ റോ, ഈ സിഗ്മയ്ക്ക് പകരം K യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ R effective is equal to L ഡിവൈഡ് ബൈ K. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി, കാര്യം കഴിഞ്ഞു. ഇക്വേഷൻ അതായത് 1 by R effective is equal to 1 by R1 plus 1 by R2 അല്ലേ. R effectiveന് പകരം എന്താ എഴുതാം? ദാറ്റ് ഈസ് 1 by R effective കേട്ടോ. അപ്പോൾ ഇത് മുകളിൽ വരും അല്ലേ. R effectiveൻ്റെ വാല്യൂ ഇതാണ് R effective അല്ലേ. അപ്പോൾ 1 by R effective is equal to KA ഡിവൈഡ് ബൈ L എന്ന് വരത്തില്ലേ, അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ A effective ഡിവൈഡഡ് ബൈ L effective is equal to K1 A1 L effective L1 ആണ്, L1 പ്ലസ് K2 A2 ഡിവൈഡഡ് ബൈ L2. ഓക്കെ അല്ലേ? ഇനി നോക്കിയാൽ രണ്ടിടത്തും ലെന്ത് സെയിം ആണ് അല്ലേ. ഇതിൻ്റെ ലെന്തും ഇത്രയാണ്, ഇതിൻ്റെ ലെന്ത് എത്രയാണ്. അപ്പം ലെന്ത് സെയിം ആണ്, രണ്ടിൻ്റെ ലെന്ത് സെയിം ആണ്. ദാറ്റ് ഈസ് ഇതിൻ്റെ ലെന്ത് L ആണെങ്കിൽ ഇതിൻ്റെ ലെന്ത് L ആണ്. തന്നിട്ടുണ്ട് ലെന്ത് D ആണ്. അപ്പം രണ്ടിൻ്റെ ലെന്ത് D ആണ്. അപ്പം ലെന്തൊക്കെ ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഏരിയ, ഇതാണ് ഏരിയ. രണ്ടിൻ്റെ ഏരിയയും സെയിം ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇത് ഏരിയ A ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ A തന്നെയാണ്. അപ്പോൾ രണ്ടിൻ്റെ ഏരിയ സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ എഴുതാം? ദാറ്റ് ഈസ് L1 is equal to L2 is equal to L ആയിട്ട് എഴുതാം. A1 is equal to A2 is equal to A ആയിട്ട് എഴുതാം. അപ്പോൾ ബാക്കി എന്താ കിട്ടുന്നത്? സോൾവ് ചെയ്ത് ദാറ്റ് ഈസ് K effective ഇൻറ്റു ഇവിടെ ഈ A effectiveന് പകരം നമുക്ക് 2A ആയിട്ട് എഴുതാമല്ലോ. കാരണം എന്താ നോക്കിയത്? ഇത് A ആണ് അല്ലേ, ഇതും A തന്നെ അല്ലേ. അപ്പോൾ A effective എന്ന് പറയുമ്പോൾ ഇത് മൊത്തം വരുമല്ലോ, അത് 2A അല്ലേ. അപ്പോൾ A effective എത്രയാണ്? 2A ആണ് അല്ലേ. അപ്പോൾ 2A എഴുതാം. അപ്പോൾ ഇൻറ്റു 2A ഡിവൈഡഡ് ബൈ L effective എത്രയാണ്? L effective എന്ന് പറയുമ്പോൾ L തന്നെ വരും. അത് 2A എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതാണ് L. ഇവിടെ 2L എടുക്കേണ്ട കാര്യമില്ല, കാരണം ഒറ്റ ലെന്താണ് അല്ലേ. രണ്ടിൻ്റെ ലെന്ത് സെയിം ആണെന്നേ ഉള്ളൂ, പക്ഷേ ലെന്ത് സെയിം ആണ്. അതുകൊണ്ട് 2L എടുക്കേണ്ട, ലെന്ത് സെയിം L തന്നെ വരും. അപ്പം ലെന്ത് L അല്ലേ ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു A എന്ന് എഴുതാം. A1ൻ്റെ പകരം A എഴുതിയാൽ മതി, ഡിവൈഡ് ബൈ L പ്ലസ് K2 ഇൻറ്റു A ഡിവൈഡ് ബൈ L. L എല്ലാം ക്യാൻസൽ ആയി പോയി, ഒരു A അങ്ങ് ക്യാൻസൽ ആയി. അപ്പോൾ K effective ഇസ് ഈക്വൽ എന്ത് കിട്ടി? K1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ 2. കാര്യം മനസ്സിലായല്ലോ? സോ ഓപ്ഷൻ ഏതാ?
Option D is the answer, that is K1 plus K2 by 2. Okay. At the question, NEET 2017 question, a spherical black body with a radius of 12 centimeter radiates 450 watt power at 500 Kelvin. If the radius was half and the temperature doubled, that the power radiated watt will be. Okay. അപ്പോൾ നേരത്തെ പറഞ്ഞ സാറ് തന്നെ പവറും ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ ഏത് ലോ? സ്റ്റെഫാൻസ് ലോ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് സ്റ്റെഫാൻസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് ഇത്. അപ്പോൾ സ്റ്റെഫാൻസ് ലോ അല്ലേ? സ്റ്റെഫാൻസ് ലോ എന്താ? പവർ റേഡിയേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ റേസ് ടു 4 ആണ് അല്ലേ? അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും, ദാറ്റ് ഈസ് P is equal to പ്രൊപ്പോർഷനായിട്ട് മാറ്റുമ്പോൾ എന്തൊക്കെ വരുന്നത്? ദാറ്റ് ഈസ് ഒന്ന് സിഗ്മ, പിന്നെ A എപ്സിലോൺ T റേസ് ടു 4. ഇതല്ലേ സ്റ്റെഫാൻസ് ലോ അല്ലേ? അതിന് P എന്തോ? P is the power. സിഗ്മ എന്താ? സിഗ്മ ഇത് സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ്. സിഗ്മ ഇത് സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ്. A is the സർഫേസ് ഏരിയ ആണ്. പിന്നെ എപ്സിലോൺ എന്തോ? എപ്സിലോൺ ഇത് എമിസിവിറ്റി. T is the temperature അല്ലേ? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് മാറുന്നതെന്ന് പറഞ്ഞു നോക്കിയേ. ദേ പ്രഷർ അല്ല, സോറി, പവർ മാറും എന്തായാലും. പിന്നെ സിഗ്മ മാറുമോ? സിഗ്മ മാറത്തില്ലല്ലോ. സിഗ്മ എടുക്കേണ്ട കാര്യമില്ല, കാരണം സിഗ്മ കോൺസ്റ്റന്റ് ആണ്, അതൊരിക്കലും മാറത്തില്ല. അപ്പോൾ സിഗ്മ എടുക്കണ്ട. പിന്നെ ഏരിയ മാറുന്നുണ്ടോ? ഏരിയ മാറുന്നുണ്ട്, കാരണം റേഡിയസ് മാറ്റി എന്നല്ലേ പറഞ്ഞത്. ആദ്യമേ റേഡിയസ് എത്രയായിരുന്നു? ആദ്യമേ റേഡിയസ് 12 ആയിരുന്നു അല്ലേ? ഇപ്പോൾ അത് ഹാഫ് ആക്കി. അപ്പോൾ റേഡിയസ് മാറുന്നുണ്ട്. അപ്പോൾ റേഡിയസ് മാറുന്നുണ്ടെങ്കിൽ ഏരിയ എന്തായാലും മാറുന്നുണ്ടാവും. പിന്നെ എമിസിവിറ്റി മാറുമോ? എമിസിവിറ്റി ഒന്നും മാറത്തില്ല, കാരണം മെറ്റീരിയൽ സെയിം ആണ്, സെയിം ബ്ലാക്ക് ബോഡിയാണ്. അപ്പോൾ എമിസിറ്റിവ് മാറത്തില്ല, എമിസിറ്റിവ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എമിസിറ്റിവ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ടെമ്പറേച്ചർ മാറുന്നുണ്ടല്ലോ? ടെമ്പറേച്ചർ മാറുന്നുണ്ട്, ടെമ്പറേച്ചർ ഡബിൾ ആക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടെമ്പറേച്ചർ മാറും. അപ്പോൾ ഏരിയ, ടെമ്പറേച്ചർ, പ്രഷർ പവർ മാത്രം എടുത്താൽ മതി, ബാക്കി ടേംസ് ഒന്നും എടുക്കണ്ട. അപ്പോൾ ഇക്വേഷൻ എന്താ വരുന്നത്? ദാറ്റ് ഇസ് P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയയും ഇൻ ടെമ്പറേച്ചർ റേസ് ടു 4 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ P1 by P2 ഇസ് ഈക്വൽ ടു A1 by A2 ഇൻറ്റു T1 by T2 റേസ് ടു 4 എന്ന് വരും. കത്തിയല്ലോ? ദാറ്റ് ഇസ് ഈക്വൽ ടു P1 by P2 ഇസ് ഈക്വൽ ടു ഏരിയ എന്ന് പറയുമ്പോൾ സ്പിയർ അല്ലേ, ഇത് സ്പെരിക്കൽ അല്ലേ? അപ്പോൾ πr², 4πr² അല്ലേ? അപ്പോൾ 4πr² ഡിവൈഡ് ബൈ 4πr² ഇൻറ്റു T1 by T2 വാല്യൂ എന്താ? ടെമ്പറേച്ചർ ഡബിൾ ആക്കിയതാണ് പറഞ്ഞല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ഡബിൾ ആക്കി. അപ്പോൾ T1 വാല്യൂ T ആണെങ്കിൽ T2 വാല്യൂ 2T ആണ്, റേസ് ടു 4 എന്ന് വരും. ശരിയല്ലേ? ഇനി P1 by P2 ഇസ് ഈക്വൽ ടു ഈ 4π ക്യാൻസൽ ആയിപ്പോയിട്ട് T ക്യാൻസൽ ആയിപ്പോയി അല്ലേ? പിന്നെ എന്താ വരുന്നത്? R1 by R2 സ്ക്വയർ എന്ന് വരും അല്ലേ? R1 by R2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1/2 ദ ഹോൾ റേസ് ടു 4 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു P1 by P2 ഇസ് ഈക്വൽ ടു R1 by R2 റിലേഷൻ എന്താ? ആദ്യമേ റേഡിയസ് 12 സെൻറ്റിമീറ്റർ അല്ലേ? പിന്നെ അതിന് എത്തിയിരുന്നു പറഞ്ഞാൽ റേഡിയസ് അങ്ങ് ഹാഫ് ആക്കി അല്ലേ? ആദ്യമേ റേഡിയസ് 12 സെൻറ്റിമീറ്റർ, പിന്നെ റേഡിയസ് ഒക്കെ ഹാഫ് ആക്കി. അപ്പോൾ R1 ഒരു കാര്യം ചെയ്യാം, നമുക്ക് R1 12 എന്ന് എടുക്കാം. R1 is 12, R2 is 6 അല്ലേ? അതിൻ്റെ സ്ക്വയർ ഇൻറ്റു 1/2 റേസ് ടു 4 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 എന്ന് വരത്തില്ലേ? അപ്പോൾ 1/2 റേസ് ടു 4, സോറി 1/2 അല്ല 2 അല്ലേ വരുന്നത്? സോറി, ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. അപ്പം അല്ലേ 2ൻ്റെ സ്ക്വയർ എന്ന് വരത്തില്ലേ? P1 by P2 is equal to 2 raised to 4 into 2 raised to 4, 2 raised to 2 into 1/2 raised to 4 എന്ന് വരും. ശരിയല്ലേ? ഇത് ഇവിടുത്തെ ഒരു 2 raised to 2യും ഇത് 2 raised to 2 ക്യാൻസൽ ആയിപ്പോൾ അപ്പം മിച്ചം 2 raised to 2 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് 4 അല്ലേ? അപ്പോൾ P1 by P2 is equal to 1/4 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി P1 വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാവും? P1 വാല്യൂ എത്രയാണ്? P1 വാല്യൂ 450 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുട്ട് ചെയ്യാം. അപ്പോൾ 450 is equal to
P2 is equal to 1/4 എന്ന് വരും. That is P2 is equal to 4 into 450. That is equal to എത്ര? 450 into 2 എന്ന് പറയുമ്പോൾ 900 ആണ്. അപ്പോൾ 900 into 2 that is 1800. അപ്പോൾ P2 that is സെക്കൻഡ് പവർ എത്രയാണ്? 1800 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി ആണ്. സോ ഓക്കെ, അപ്പോൾ സ്റ്റെപ്പാസ്ലോൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ജസ്റ്റ് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്തിട്ട് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. ദാറ്റ് ഇസ് ഏരിയയും ടെമ്പറേച്ചറാണ് മാറുന്നത്. അപ്പോൾ ഏരിയയും ടെമ്പറേച്ചർ കൂടി ഡിവൈഡ് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് P2ൻ്റെ വാല്യൂ കിട്ടും. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അത്രയും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിന് തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നീറ്റ് 2016 ക്വസ്റ്റ്യൻ എന്ന് വായിച്ചേ. A body cools from temperature 3T to 2T in 10 minutes. The room temperature is capital T. Assume that Newton's law of cooling is applicable. The temperature of the body at the end of next 10 minutes will be. Okay. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ബോഡീൻ്റെ ടെമ്പറേച്ചർ 3Tന്ന് 2Tയിലേക്ക് മാറി ഇൻ 10 minutes. അപ്പോൾ അടുത്ത 10 minutesൽ അതിന് ടെമ്പറേച്ചർ എന്താവും? കാര്യം മനസ്സിലായല്ലോ? ആദ്യം ടെമ്പറേച്ചർ 3T ആയിരുന്നു, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2T ആയി. ഇനി അടുത്ത 10 മിനിറ്റ് കഴിയുമ്പോൾ 2Tന്ന് ഏത് ടെമ്പറേച്ചറിലേക്ക് മാറും? ആ ഫൈനൽ ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? സെയിം തന്നെ, ആ സെയിം ഇക്വേഷൻ തന്നെ. എന്തുവായിരുന്നു? d(θ/dt is equal to k into theta average minus theta s. സെയിം ഇക്വേഷൻ തന്നെ. Okay, the one thing the average of the terms. So, theta average. Okay, അതായത് d theta എന്ന് പറയുമ്പോൾ എത്ര വരും? ആദ്യമേ ഫസ്റ്റ് കേസിൽ 3Tന്ന് 2Tയിലേക്ക് മാറുകയാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസ് 3T to 2T അല്ലേ? അപ്പോൾ d(θ/dt എന്ന് പറയുമ്പോൾ എത്ര വരും? 3T minus 2T ഡിവൈഡ് ബൈ ടൈം. അതിൻ്റെ ടൈം എത്രയാണ്? 10 minutes അല്ലേ? അപ്പോൾ 10 minutes മുട്ടേനാവും. അപ്പോൾ 10 is equal to k into അടുത്ത തീറ്റ ആവറേജ്. തീറ്റ ആവറേജ് എന്ന് പറയുമ്പോൾ 3T plus 2T അല്ലേ? അപ്പോൾ 3T plus 2T ഡിവൈഡഡ് ബൈ 2 എന്ന് വരും, ശരിയല്ലേ? മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ റൂമിൻ്റെ ടെമ്പറേച്ചർ, അത് T ആ തന്നിട്ടുണ്ട്. അപ്പോൾ T സോൾവ് ചെയ്തത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3T minus 2T എന്ന് പറയുമ്പോൾ T ആണ്. അപ്പോൾ T ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു K ഇൻറ്റു 3T plus 2T. 3T plus 2T എന്ന് പറയുമ്പോൾ എത്രയാണ്? 5T അല്ലേ? അപ്പോൾ 5T/2 എന്ന് പറയുമ്പോൾ 2.5T അല്ലേ? അപ്പോൾ 2.5T മൈനസ് T ഇത് വരും, ശരിയല്ലേ? അല്ലേ? 3T plus 2T 5T, 5T/2 2.5T മൈനസ് T ഇത് വരും അല്ലേ? ഇനി ഫർദർ സോൾവ് ചെയ്യുമ്പോൾ T/10 is equal to K ഇൻറ്റു 2T 2.5T മൈനസ് T അല്ലേ? 2.5 മൈനസ് 1 1.5 ആണ്. അപ്പോൾ 1.5T എന്ന് വരും, ശരിയല്ലേ? ഇന്ന് ആ T ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് Kൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? K is equal to 1 ഡിവൈഡഡ് ബൈ 3 1.5 താഴെ വരുമല്ലോ. അപ്പോൾ 1.5 into 10 ദാറ്റ് ഈസ് 1/15 എന്ന് കിട്ടും, ശരിയല്ലേ? അപ്പം Kൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. K is equal to 1/15. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താ പറയുന്നത്? അതായത് അടുത്ത 10 മിനിറ്റ്സിൽ ഈ 2T ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറിലേക്ക് മാറുന്നത്? അതായത് കൂൾ ഡൗൺ ചെയ്യുന്ന ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്? അപ്പോൾ അത് എക്സ് ആതിരിക്കട്ടെ. അപ്പോൾ അടുത്ത ടെമ്പറേച്ചർ എക്സ് ആണ്. അപ്പോൾ 3Tന്ന് 2Tന്ന് എക്സ് ടെമ്പറേച്ചർ ഇൻ 10 minutes അല്ലേ? അപ്പോൾ ഇക്വേഷൻ ഇത് വരും 2T മൈനസ് എക്സ് ഡിവൈഡ് ബൈ ടൈം സെയിം തന്നെ 10 ഇസ് ഈക്വൽ ടു K ഇൻറ്റു തീറ്റ ആവറേജ് അല്ലേ? തീറ്റ ആവറേജ് ഇസ് 2T പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് T. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പറ അടുത്തത് എന്താ? അപ്പോൾ ഇത് ഈ Kൻ്റെ വാല്യൂ നമുക്ക് പുട്ട് ചെയ്യാലോ. K നമുക്ക് 1/15 എന്ന് കിട്ടിയതാണ്. അപ്പോൾ 2T മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു Kക്ക് പകരം 1/15. 1/15 ഇസ് ഈക്വൽ 1/15 ഇൻറ്റു 2T പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2 മൈനസ് T അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 15 ക്യാൻസൽ ആയിപ്പോയി. ഇത് 2 ഇത് 3, ശരിയല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 അങ്ങ് മുകളിൽ പോകും, ഈ 2 ഇങ്ങോട്ടേക്കും വരും അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 2T മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു
2t പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2 മൈനസ് ടി എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ 60 മൈനസ് 3x ഇസ് ഈക്വൽ ടു ഈ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2t പ്ലസ് എക്സ് എന്ന് വരും, മൈനസ് 2t എന്ന് വരും. ശരിയല്ലേ? കുറച്ച് സോൾവ് ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ, ബാക്കി ഇക്വേഷൻ സിമ്പിളാണ്. ഓക്കെ, കുറച്ച് സോൾവിങ് ഉണ്ട്. ഇനി ഈ 2t മൈനസ് 2t ഒക്കെ ക്യാൻസൽ ആയി പോയല്ലോ. ശരിയല്ലേ? അപ്പോൾ എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് 60 മൈനസ് 3x ഇസ് ഈക്വൽ ടു എക്സ്. ഇല്ലേ? ഇനി ഈ 3x ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 60 ഇസ് ഈക്വൽ ടു 4x എന്ന് വരും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 6/4t അല്ലേ? 6/4 എന്ന് പറയുമ്പോൾ 3/2 അല്ല, അപ്പോൾ 3/2t എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 3/2t. കാര്യം മനസ്സിലായാലോ? അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ, 3/2t എന്ന് കിട്ടും. ഓക്കെ, കുറേ സോൾവിങ് ഉണ്ടായിരുന്നു, ഇച്ചിരി ലെന്തി ക്വസ്റ്റ്യൻ ആണ്, ഇത്തിരി സോൾവ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ഇക്വേഷൻ ചെയ്യുവാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ സ്ഥിരം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ജെഇ ആണെങ്കിലും നീറ്റ് ആണെങ്കിലും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ കൊടുത്താൽ മതി. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷൻ എന്താ? ഡി തീറ്റ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ ആവറേജ് മൈനസ് തീറ്റ എസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നീറ്റ് 2016. A black body is at a temperature of 5760 Kelvin. The energy of radiation emitted by the body at wavelength 250 nanometer is U1, at wavelength 500 nanometer is U2, at 1000 nanometer is U3. പിന്നെ V's displacement constant തന്നിട്ടുണ്ട്. B is equal to 2.88 into 10⁻⁶ nanometer Kelvin. Which of the following is correct? അപ്പോൾ V's ഡിസ്പ്ലേസ്മെൻറ്റ് ലോയിൻ്റെ ആപ്ലിക്കേഷനാണ് അല്ലേ? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ എനർജി തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അല്ലേ? ഇതിന് കറക്റ്റ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ V's ഡിസ്പ്ലേസ്മെൻറ്റ് ലോ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ V's ലോ അനുസരിച്ച് V's ലോ എന്താ? V's ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാംഡ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/t. ശരിയല്ലേ? ലാംഡ മാക്സ് ആണ്. ലാംഡ മാക്സ് എന്ന് പറയുമ്പോൾ മാക്സിമം വേവ് ലെങ്ത് അല്ല, മാക്സിമം എനർജി ഉള്ള വേവ് ലെങ്ത് അല്ലേ? അതായത് നമുക്കറിയാം, ഒരു ബ്ലാക്ക് ബോഡി നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും അത് പല റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും അല്ലേ? ഒരു ബ്ലാക്ക് ബോഡിനെ നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും പല വേവ് ലെങ്ത്തിനെ അത് എമിറ്റ് ചെയ്യും. അതിൽ ഏറ്റവും എനർജി കൂടിയ വേവ് ലെങ്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി? ഫോർ എക്സാമ്പിൾ, ഒരു ബ്ലാക്ക് ബോഡി നമ്മൾ എമിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊരു 3 വേവ് ലെങ്ത് കിട്ടിയെന്ന് വിചാരിക്കും. 3 വേവ് ലെങ്ത്, ഒരു 10 മീറ്ററിൻ്റെ ഒരു വേവ് ലെങ്ത്, ഒരു 15 മീറ്ററിൻ്റെ വേവ് ലെങ്ത്, ഒരു 100 മീറ്ററിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ ലാംഡ മാക്സിമം എന്ന് പറയുന്നത് ആ 100 മീറ്ററിൻ്റെ വേവ് ലെങ്ത് അല്ല. നമ്മൾ വേവ് ലെങ്ത് അല്ല മാക്സിമം ഉദ്ദേശിക്കുന്നത്. ഈ 3 വേവ് ലെങ്ത്തിൻ്റെ കൂട്ടത്തിൽ 5, 10, 100 അങ്ങനെ ഈ 3 വേവ് ലെങ്ത്തിൻ്റെ കൂട്ടത്തിൽ എനർജി ഏറ്റവും കൂടുതലുള്ള വേവ് ലെങ്ത് ഏതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. എനർജി കൂടുതൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് എമിറ്റ് ചെയ്യുന്ന അമൗണ്ട്. പറഞ്ഞാൽ മനസ്സിലായിട്ട്? അതായത് നമ്മൾ വേവ് ലെങ്ത് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 5 മീറ്ററിൻ്റെ വേവ് ലെങ്ത് ഒരു 2-3 മിനിറ്റ് ആയിരിക്കും എമിറ്റ് ചെയ്തത്. 100 മീറ്ററിൻ്റെ വേവ് ലെങ്ത് പറയുന്നത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റേ കാണത്തുള്ളൂ. പക്ഷേ ഈ 15 മീറ്റർ അല്ലെങ്കിൽ ഈ 10 മീറ്ററിൻ്റെ വേവ് ലെങ്ത് ഉണ്ടല്ലോ, അതൊരു 10, 20 അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറായിട്ട്, അത് 2-3 മണിക്കൂറായിട്ട് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കൂടുതൽ എമിറ്റ് ചെയ്ത ഏത് വേവ് ലെങ്ത് ആണോ അതാണ് നമ്മൾ ലാംഡ മാക്സിമം ആയിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഏറ്റവും ലാർജസ്റ്റ് വേവ് ലെങ്ത് അല്ല. കാര്യം മനസ്സിലായല്ലോ? സോ ഇത് ഏതാ സാധനം? ദിസ് ഇസ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് മാക്സിമം എനർജി. മനസ്സിലായല്ലോ? ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് വിത്ത് മാക്സിമം എനർജിയാണ്, അല്ലാതെ വേവ് ലെങ്ത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വേവ് ലെങ്ത് അല്ല. കാര്യം മനസ്സിലായാലും? അതിൻ്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് അല്ലേ? ദാറ്റ് ഈസ് ഇത് എനർജിയും ഇത് നമ്മുടെ ലാംഡാൻ്റെ വേവ് ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ ഇതാണ് ഗ്രാഫ്. അതായത് എനർജി മാക്സിമം വരുന്ന വേവ് ലെങ്ത് ഇതാണ്. ഇതാണ് നമ്മുടെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് അല്ലേ? വേർ എനർജി ഈസ് മാക്സിമം. കാര്യം മനസ്സിലായാലോ? ഓക്കെ, അതേസമയം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ലാർജസ്റ്റ് വേവ് ലെങ്ത് ഇതായിരിക്കും നമ്മുടെ ലാർജസ്റ്റ് വേവ് ലെങ്ത് അല്ലേ? കാരണം വേവ് ലെങ്ത് അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ വേവ് ലെങ്ത് 0 ആണ്, ഇതിന് വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വേവ് ലെങ്ത് മാക്സിമം ആണ്, പക്ഷേ ആ വേവ് ലെങ്ത് അല്ല നമുക്ക് വേണ്ടത്.
എനർജി മാക്സിമം വരുന്ന വേവ്ലെത്താണ് ലാംഡ മാക്സ്. അതാണ് ഈ വാല്യൂ. എത്തിയല്ലോ. അപ്പോൾ അതിലെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു പി ബൈ ടി ഇത് വരും. പ്രൊപ്പോർഷനാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരുമ്പോൾ കോൺസ്റ്റന്റ് നമ്മുടെ ബി ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് ബി. ഓക്കെ, അപ്പോൾ ലാംഡ മാക്സിൻ്റെ വാല്യൂ എന്താ വരുന്നത്? ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2.88 അല്ലേ. അപ്പോൾ 2.88 ഇൻറ്റു 10⁻6 ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ എത്രയാണ്? 5760 അല്ലേ. അപ്പോൾ 5760. ആ ടെമ്പറേച്ചർ കട്ട് പേടിക്കണ്ട, ശരിക്കും മുകളിലത്തെ നമ്പർ താഴത്തെ നമ്പർ തമ്മിൽ റിലേഷനുണ്ട്. താഴത്തെ നമ്പർ ഈസ് ഡബിൾ ദി ന്യൂമറേറ്റർ. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് വെട്ടിപ്പോകാൻ വേണ്ടി അങ്ങനെ തന്നേക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുന്ന് 0 ക്യാൻസൽ ചെയ്തു, ഇതൊരു 0 ക്യാൻസൽ ചെയ്തപ്പോൾ 10⁵5 ആയി അല്ലേ. പിന്നെ ഇതിൽ 288 ആയിട്ട് എഴുതാമല്ലോ, അപ്പോൾ 288 ആയിട്ട് എഴുതാമല്ലോ. അപ്പോൾ ഇത് 10⁵3 ആയിട്ട് വരും. ശരിയല്ല? ഡിവൈഡഡ് ബൈ ഇത് 576 വരും. ശരിയല്ലേ? ഇത് നോക്കിയാൽ 2 കൂടി ഡിവൈഡ് ആവത്തില്ലേ അല്ലേ. 288 എന്ന് പറയുമ്പോൾ 288 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 576 ആയി കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടുന്നത് 1/2 ഇൻറ്റു 10⁻3 ദാറ്റ് ഇസ് ഈക്വൽ ടു 500 നാനോമീറ്റർ ആണ്. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ 500 നാനോമീറ്റർ. അപ്പോൾ 500 നാനോമീറ്ററിലെ എനർജി എന്തായിരിക്കും? എനർജി മാക്സിമം ആയിരിക്കും. 500 നാനോമീറ്ററിന് വേവിലത്ത് കൂടിയാലും എനർജി കുറയും, 500 നാനോമീറ്റർ വേവിലത്ത് കുറഞ്ഞാലും എനർജി കുറയും. കാര്യം മനസ്സിലായാലും ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ ഇതേ നോക്കിയാൽ മതി. അപ്പോൾ ഈ വേവിലത്ത് എത്രയാണെന്നാണ് പറഞ്ഞത്? ദിസ് വേവിലത്ത് കണ്ട, ഈ വേവിലത്ത് എത്രയാണ്? ഇത് 500 നാനോമീറ്ററാണ്. ഇനി ഇവിടുത്തെ വേവിലത്ത് ഇങ്ങോട്ടേക്ക് കൂടിയാലും എനർജി കുറയത്തേ ഉള്ളൂ, ഇവിടെയും വേവിലത്ത് കുറഞ്ഞാലും എനർജി കുറയത്തേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായത്? ദാറ്റ് ഈസ് വേവിലത്ത് കൂടുമ്പോൾ എനർജി കൂടുക ചെയ്യുക, എന്നിട്ട് എനർജി മാക്സിമം ആവും, വേവിലത്ത് മാക്സിമം ആവും. പിന്നെ വേവിലത്ത് കൂടിയ എനർജി കുറയത്തേ ഉള്ളൂ. കാര്യം മനസ്സിലായാലോ? ഇപ്പോൾ 500 നാനോമീറ്ററിൽ എനർജി മാക്സിമം, 500ന് മുകളിലാണെങ്കിലും എനർജി കുറയും, 500ക്കാൾ താഴെയാണെങ്കിൽ എനർജി കുറയും. അപ്പോൾ ഇവിടെ നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? ഏതൊക്കെ വേവിലെത്താം? ഇതേ ഒന്ന് 250 തന്നിട്ടുണ്ട്, ഒന്ന് 500 തന്നിട്ടുണ്ട്, ഒന്ന് 1000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂട്ടത്തിൽ ഏറ്റവും വലുത് ഇതായിരിക്കും? 500 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ 500 ലാംഡ മാക്സ് ആണ്, അതിൻ്റെ എനർജി മാക്സിമം ആയിരിക്കും. അപ്പോൾ U2 ആണ് മാക്സിമം. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഏതാ? ഇത് വരും. ഓപ്ഷൻ എ വരത്തില്ല, U1 ആണ് വരുന്നത്, U2 ആണ് വരുന്നത്. U2 ആണ് നമ്മുടെ ലാംഡ മാക്സിൻ്റെ എനർജി. അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ബി കറക്റ്റാണ്. U1 0 ആണോ? 0 ഒന്നും വരത്തില്ല, കാരണം 250 എന്ന് പറയുമ്പോൾ ഇവിടെ വല്ല വരും. ഓക്കെ, അപ്പോൾ അത് 0 ആകത്തില്ല. അതേപോലെ U3യും 0 ആകത്തില്ല, കാരണം 1000 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വല്ല വരും, അപ്പോൾ അത് 0 ആകത്തില്ല. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും തെറ്റാണ്. ഓപ്ഷൻ ബി is the answer. U2 greater than U1 ആയി. ഓക്കെ, the relation between root mean square speed, that is RMS velocity അല്ലേ, and the most probable speed Vp for the molar mass m of oxygen gas molecule at the temperature 300 Kelvin will be. Okay, the VRMS അതായത് RMS വെലോസിറ്റിയും മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് RMS വെലോസിറ്റി ഇപ്പോൾ √3RT/m അല്ലേ, ഫോർ 1 mole ഓഫ് ഗ്യാസ്. അതേസമയത്ത് ഒരു ഗ്യാസ് മോളിക്യൂൾ ആണെങ്കിൽ kBT/m എന്ന് വരും അല്ലേ. ഇപ്പോൾ മാസ് ഓഫ് വെലോസിറ്റി ഓഫ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി MP എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു √RT/m ആണ് ഫോർ 1 mole ഓഫ് ഗ്യാസ്. അപ്പോൾ RMS വെലോസിറ്റിൻ്റെ ഇക്വേഷൻ √3RT/m, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി √2RT/m. അപ്പോൾ ഇത് നമ്മൾ റിലേഷനിലെ വേണ്ടേ, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ പോരെ. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഈ RT/m അങ്ങ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ VRMS/VMP ഇസ് ഈക്വൽ ടു √3/2 എന്ന് എത്തില്ലേ, ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോയല്ലോ. അപ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ് നമുക്ക് VRMS ആവേണ്ടല്ലേ. അപ്പോൾ VRMS ഇസ് ഈക്വൽ ടു √3/2 ഇൻറ്റു V ഓഫ് മോസ്റ്റ് പ്രോബബിൾ MP അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഇത് കിട്ടി, ഓപ്ഷൻ ബി കിട്ടി അല്ലേ. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. VRMS ഇസ് ഈക്വൽ ടു √3/2 VP അല്ലേ. VP അല്ലെ VMP സെയിം ആണ്. VP എന്ന് എഴുതാം അല്ലെ VMP എന്ന് എഴുതാം. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആണ് അല്ലേ. പിന്നെ ഒരു വെലോസിറ്റി കൂടി ഉണ്ട്, അറിയാമോ? ഗ്യാസിന് ശരിക്കും 3 വെലോസിറ്റിയാണ് ഉള്ളത്. ഒന്ന് VRMS വെലോസിറ്റി, അതിൻ്റെ വാല്യൂ ആണ് √3RT/m. പിന്നെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, അതിൻ്റെ ഇക്വേഷൻ ആണ് √2RT/m. ഒരു ഇക്വേഷൻ കൂടി ഉണ്ടല്ലോ, ഒരു വെലോസിറ്റി കൂടി ഉണ്ട്. ഏതാ? ആവറേജ് വെലോസിറ്റി അല്ലേ. ഇക്വേഷൻ ഓർമ്മയുണ്ടോ?
ദാറ്റ് ആവറേജ് വെലോസിറ്റി v is equal to root of 8 RT by pi m അല്ലെ 8 by pi RT by m. ഓക്കെ, ഇതാണ് വാല്യൂ. ആവറേജ് വെലോസിറ്റി is equal to root of 8 by pi into RT by m. അപ്പോൾ 3 RT by m, 2 RT by m, 8 RT by pi m. ഓക്കെ, അങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. RMS മോസ്റ്റ് പ്രോബബിൾ ആൻഡ് ആവറേജ്. ഓക്കെ, ജെയുടെ ക്വസ്റ്റൻ ആയിരുന്നു. ചില വർഷങ്ങളൊക്കെ ഈസി ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ JMA 2022. A 100 gram of iron nail is hit by a 1.5 kg hammer striking at a velocity of 60 meter per second. What will be the rise in the temperature of the nail if 1/4 of the energy of the hammer goes into heating the nail? Okay. എന്താ പറയുന്നത്? ഒരു നെയിലിനെ ഒരു ചുറ്റിക കൊണ്ട് അടിക്കുക അല്ലേ, ഒരു ആണി ഒരു ചുറ്റിക കൊണ്ട് അടിക്കുകയാണ്. അപ്പോൾ ആ ഹാമറിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ആ ഹാമറിൻ്റെ 1/4 എനർജി ഈ നെയിലിൻ്റെ എന്തായിട്ട് മാറി? ഹീറ്റായിട്ട് മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? ഒരു ആണി ഒരു ചുറ്റിക കൊണ്ട് അടിക്കുക. അപ്പോൾ ആ ചുറ്റികയുടെ എനർജി, ചുറ്റികയ്ക്ക് കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, കാരണം വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഹാമ്പറിൻ്റെ മൊത്തം കൈനറ്റിക് എനർജിയുടെ 1/4 എന്തായിട്ട് മാറി? ഹീറ്റായിട്ട് മാറി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? ഈ ഹീറ്റ് കാരണം ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കിയേ, ഹാമ്പറിൻ്റെ കൈനറ്റിക് എനർജി എത്ര വരും? കൈനറ്റിക് എനർജി ഓഫ് ഹാമർ ഇസ് ഈക്വൽ ടു 1/2 mv², അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മാസ് ഓഫ് ഹാമർ തന്നിട്ടുണ്ട് 1.5, അല്ലേ? അപ്പോൾ 1.5 kg ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഈസ് 60. അപ്പോൾ 60 ഇൻറ്റു 60 എന്ന് വരും. ഇതാണ് എന്ത്? കൈനറ്റിക് എനർജി ഓഫ് ഹാമർ. ഇനി ഇതിൻ്റെ 1/4 എന്തായിട്ട് മാറിയെന്നാണ് പറഞ്ഞത്? ഹീറ്റായിട്ട് മാറിയെന്നാണ് പറഞ്ഞത്, അല്ലേ? എന്നിട്ട് ആ ഹീറ്റ് കാരണം ടെമ്പറേച്ചർ റൈസ് ആയി. അപ്പോൾ ആ ടെമ്പറേച്ചർ ചേഞ്ചാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ 1/4 പറയുമ്പോൾ എന്തായിട്ട് മാറി? ടെമ്പറേച്ചറായിട്ട് മാറി, അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ 1/4 ഇസ് ഈക്വൽ ടു MS ΔT ആയിട്ട് എഴുതാമല്ലോ. ബിക്കോസ് MS ΔT എന്ന് പറയുമ്പോൾ ഹീറ്റ് തന്നെയാണ്, അല്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ 1/4 എന്ന് പറയുമ്പോൾ ഇതും ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ 1/2 ഇൻറ്റു 1.5 ഇൻറ്റു 60 ഇൻറ്റു 60. ഇത് മൊത്തം കൈനറ്റിക് എനർജി. ഇതിനെ 1/4 എടുത്തു. ഇസ് ഈക്വൽ ടു MS ΔT. എന്തിൻ്റെ ടെമ്പറേച്ചറാണ് മാറുന്നത്? നെയിലിൻ്റെ ടെമ്പറേച്ചറാണ് മാറുന്നത്, അല്ലേ? ആ ആണിൻ്റെ ടെമ്പറേച്ചറാണ് മാറുന്നത്. അപ്പോൾ അതിൻ്റെ മാസ് എടുത്താൽ മതി, അല്ലേ? അപ്പോൾ 100 ഗ്രാംസിന് വരും. മാസ് എത്രയാണ്? 100 ഗ്രാംസ്. അപ്പോൾ 100 ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് എത്രയാണ്? സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട് 0.42. അപ്പോൾ 0.42. ഒരു കാര്യം ഓർത്തോളം, ഈ സ്പെസിഫിക് ഹീറ്റൊക്കെ തരുമ്പോഴേ, സ്പെസിഫിക് ഹീറ്റ് തരുമ്പോൾ അത് ഗ്രാംസിലാണോ അത് കിലോഗ്രാംസിലാണോ നോക്കിയിട്ട് വേണം വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ഇത് ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും അവർ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി തരും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം അതൊരു വാല്യൂ പുട്ട് ചെയ്യാൻ. നമ്മളിവിടെ മാസ് എല്ലാം kg എടുത്തേക്കുന്നത്, അല്ലേ? ഇതിവിടെ മാസ് 100 ഗ്രാംസ് അല്ലേ? അപ്പോൾ ഇത് ഒരു കാര്യം ചെയ്യും, ഇതിൽ 100 ഗ്രാംസ് അല്ലേ? അപ്പോൾ ഈ 100 ഗ്രാംസ് കിലോഗ്രാം ആകാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ ഗ്രാംസിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഗ്രാംസിന് കിലോഗ്രാം ആക്കണ്ടേ, SI യൂണിറ്റ് ആക്കണ്ടേ? അപ്പോൾ ഗ്രാംസ് താഴെയാണ്, G⁻⁻1 ആണ്. അപ്പോൾ അത് കിലോഗ്രാം ചെയ്യാനായിട്ട്, കിലോഗ്രാം ആക്കാനായിട്ട് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാര്യം മനസ്സിലല്ലോ? ഗ്രാമിന് കിലോഗ്രാം ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, കാരണം നമ്മൾ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ അത് 0.42 ജൂൾ ഡിവൈഡ് ബൈ ഗ്രാംസ് ആണ്. അപ്പോൾ താഴെ അതിന് കിലോഗ്രാം ആക്കാനായിട്ട് നമ്മൾ എന്തോ ചെയ്യും? മുകളിലൊരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? ഇത് 420 ജൂൾ പെർ കിലോഗ്രാം ആയിട്ട് മാറും. പെർ സെൽഷ്യസ് കൂടി മാറും. കാര്യം മനസ്സിലായി? ഇപ്പോൾ 420 എന്ന് വരും. അപ്പോൾ 420 ഇൻറ്റു ΔT എത്രയാണ്? ΔT ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എത്ര കിട്ടി? ഇത് 15 കിട്ടും, അല്ലേ? ഇത് 15 കിട്ടും. ഡിവൈഡ് ചെയ്തത് 13 ആയി, അല്ലേ? ഇത് ഇവിടുന്ന് ഒരു 0 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇവിടുന്ന് 2 0 ക്യാൻസൽ ആയപ്പോൾ 10⁻⁻1 എന്ന് വരുന്നത്, അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 1.5
ഇൻറ്റു 3 ഇൻറ്റു 15 ഡിവൈഡ് ബൈ താഴെ എന്ത് വരും 10⁻⁻1 ഇൻറ്റു 42 ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി അല്ലേ. ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 5, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14, നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതായത് 14 അല്ലേ, 14 അല്ലേ അപ്രോക്സിമേറ്റ്. 10ഉം 12 അല്ലേ 14. അപ്പോൾ ഇത് എത്രയാ, ദാറ്റ് ഈസ് ഇത് 10⁻⁻1ഉം ഇവിടുന്ന് ഒരു 0 ക്യാൻസൽ ചെയ്ത് 15 ആവത്തില്ല. അപ്പോൾ 15 ഇൻറ്റു 3 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 14 അല്ലേ, അതാണ് നമ്മുടെ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 15 ഇൻറ്റു 15 അല്ലേ, അപ്പോൾ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 14 ശരിയല്ലേ. ഇതും 14 ആയിരുന്നെങ്കിൽ ഇതും ക്യാൻസൽ ആയി പോയാൽ ഡെൽറ്റ ടി നമുക്ക് എത്ര കിട്ടിയാണ്, 15 ഇത് കിട്ടിയാണ്. പക്ഷേ ന്യൂമറേറ്റർ 14 അല്ല 15 ആണ്. അപ്പോൾ 15-നേക്കാളും അല്പം കൂടുതലായിരിക്കും. കാര്യം മനസ്സിലായോ. അപ്പോൾ 15 ഇൻറ്റു 14 ബൈ 14 ആയിരുന്നെങ്കിൽ 14 ക്യാൻസൽ ആയിരുന്നു, നമുക്ക് 15 കിട്ടിയാണ്. പക്ഷെ 14 അല്ല, ഇത് 15 ആണ്. അപ്പോൾ 15-നേക്കാളും അല്പം വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഏതാ നോക്കുമ്പോൾ ഇത് വരും 675 പോകത്തില്ല അല്ലേ, 1600 വരത്തില്ല. 16 ആണ് ആൻസർ. ഓക്കെ, 6.75 വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അപ്പോൾ കറക്റ്റ് വാല്യൂ വേണമെന്നില്ല. കാര്യം മനസ്സിലായി. 15 ഇൻറ്റു 15 ബൈ 14 എന്ന് പറയുമ്പോൾ ഒരു 15-നേക്കാളും അല്പം കൂടുതലായിരിക്കും. അത് 16 ആണ്. അപ്പോൾ ഓപ്ഷൻ സി എന്ന് വരും. ഓക്കെ അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2 metallic blocks M1 and M2 of same area of cross section are connected to each other as shown in figure. If the thermal conductivity of M2 is A, then the thermal conductivity of M1 will be. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മുടെ റെസിസ്റ്റൻസ് പഠിക്കുന്നില്ലേ, സെയിം സാധനം തന്നെയാണ്, സീരീസും പാരലൽ കോമ്പിനേഷൻ തന്നെയാണ്. അവിടെ പഠിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അവിടെ പഠിച്ച എല്ലാ കൺസെപ്റ്റും നമുക്ക് ഇവിടെ കയറി അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഏത് കോമ്പിനേഷനാണ് നോക്കിയത്, സീരീസ് ആണോ പാരലൽ ആണോ, എനിക്ക് 2 റോഡ് തന്നിട്ടുണ്ട്. ഏതൊരു റോഡ്, ഇത് ഒന്ന്, ഇത് അടുത്തത് അല്ലേ. ഇപ്പോൾ നേരെ അല്ലേ കണക്ട് ചെയ്തേക്കുന്നത്. ഇത് ഏതാ കോമ്പിനേഷൻ, സീരീസ് കോമ്പിനേഷൻ ആണ് അല്ലേ. കാരണം ഹീറ്റ് ഫ്ലോ ചെയ്ത് എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും, ഹീറ്റ് ഈ ഡയറക്ഷനല്ലേ ഫ്ലോ ചെയ്യുന്നത് അല്ലേ. 100 ആദ്യം 80-ലേക്ക് ഹീറ്റ് പോകും, പിന്നെ 0 ഡിഗ്രിയിലേക്ക് പോകും അല്ലേ. കാരണം നമുക്കറിയാം ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ അല്ലേ. ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റ് ഫ്ലോ ചെയ്തത്. അപ്പോൾ 100 ഡിഗ്രിയിൽ നിന്ന് ആദ്യം ഫ്ലോ ചെയ്ത് 80-ലേക്ക് എത്തും, പിന്നെ 80 അത് എങ്ങോട്ടേക്ക് പോകും, 0 ഡിഗ്രിയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഹീറ്റ് പോകുന്നത് അല്ലേ. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലായി. കാരണം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് സെയിം ഡയറക്ഷനാണ് അല്ലേ. കറണ്ട് നമ്മളവിടെ സീരീസ് കോമ്പിനേഷൻ നമ്മൾ അവിടെ എങ്ങനെ പറയുന്നത്, കറണ്ട് സെയിം ആണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ. ഇവിടെ കറണ്ടിൻ്റെ പകരം ഹീറ്റ് ആയിരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഹീറ്റ് സെയിം ആയിരിക്കും അല്ലേ, കാരണം സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ റോഡിൽ ഉണ്ടാകുന്ന ഹീറ്റ് H1 ആണെങ്കിൽ സെക്കൻഡ് റോഡിൽ ഉണ്ടാകുന്ന ഹീറ്റ് H2 ആണെങ്കിൽ H1 is equal to H2 ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായി. ശരിക്കും ഇതിനെ ഹീറ്റിന് പകരം നമുക്ക് ചില ടെക്സ്റ്റ് നോക്കിയാൽ ഹീറ്റ് കറണ്ട് എന്നൊരു ടേം ആയിരിക്കും കാണുന്നത് അല്ലേ. കാരണം ആ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റിന് പകരം ഇതിനെ ഹീറ്റ് കറണ്ട് എന്നൊരു ടേം യൂസ് ചെയ്യാം. ചില ടെക്സ്റ്റിൽ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോഡിൽ ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് കറണ്ടും അല്ലെങ്കിൽ ഹീറ്റ് സെക്കൻഡ് റോഡിലും ഫ്ലോ ചെയ്യുന്ന ഹീറ്റും സെയിം ആയിരിക്കും. ബിക്കോസ് സീരീസ് കോമ്പിനേഷൻ ആണ്. കറണ്ട് സെയിം ആണെന്ന് പോലെ ഹീറ്റ് സെയിം ആണ്. അപ്പോൾ H1 is equal to എന്തായിരിക്കും, H2 ആയിരിക്കും. ഈ ഹീറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. H is equal to K into A into delta T divided by L. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. K into A into delta T divided by L. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ H-ന് പകരം നമുക്ക് എന്ത് എഴുതാം, H1-ന് പകരം K1 A1 delta T1 അല്ലേ, delta T1 divided by L1 is equal to K2 A2 delta T2 divided by L2. ക്ലിയർ അല്ലേ. ഇനി K1 into ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആണ്, സെയിം ഏരിയ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏരിയ അത് ക്യാൻസൽ ആയിപ്പോയി. ഈ ഏരിയ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആദ്യത്തെ റോഡിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്തുവാ, 100 - 80 തന്നെ. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ 80 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടുത്തെ ടെമ്പറേച്ചർ 80 ആണ്, ഇവിടെ എത്രയാണ് 100 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 100 - 80 എന്ന് വരും. അപ്പോൾ ദിസ് ഇസ് 100 - 80.
ഡിവൈഡ് ബൈ ലെന്ത് എത്രയാ? ഫസ്റ്റിൽ ലെന്ത് 16 അല്ലേ? അപ്പോൾ 16 എന്ന് വരും. സെൻറ്റിമീറ്റർ ആണ്, അതിനെ മീറ്റർ ആക്കണ്ട, കാരണം എന്തായാലും ഡിവൈഡ് ആയി പോകും അല്ലേ? പിന്നെ K2 ഇൻറ്റു ഏരിയ ക്യാൻസൽ ആയിപ്പോയി. സെക്കൻഡ് റോഡിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്തുവാ? സെക്കൻഡ് റോഡിൽ 80 നിന്ന് 0 അല്ലേ? അതിന് 80, ഇവിടെ 80 ആണ്, 80 നിന്ന് എന്തായി? 0 ആയി. അപ്പോൾ 80 മൈനസ് 0. ഇത് കെൽവിനിലേക്ക് മാറ്റണ്ട, കാരണം മൈനസ് സി വരും. അപ്പോൾ മൈനസ് സി ഇപ്പോൾ 270 ക്യാൻസൽ ആയി പോകും. ഇപ്പോൾ കെൽവിനിലേക്ക് മാറ്റണമെന്നില്ല. നമ്മൾ കെൽവിനിലേക്ക് മാറ്റേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കെൽവിനിലേക്ക് മാറ്റേണ്ടത്. നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റ തവണ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ മാറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായാലും മാറ്റണ്ട. ഓക്കെ, L2ൻ്റെ വാല്യൂ എന്താ വരും? 8 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ് 16 8 കൂടെ ക്യാൻസൽ ആയിപ്പോൾ 2. അപ്പോൾ K1 ഇൻറ്റു 100 മൈനസ് 80 20 അല്ലേ? അപ്പോൾ 20 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു 80 എന്ന് വരും. ശരിയല്ലേ? ഇത് ഡിവൈഡ് ചെയ്ത് പോയപ്പോൾ ഇത് 4 ആയി അല്ലേ? അപ്പോൾ K1 ഇസ് ഈക്വൽ ടു 8 K2 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ K1 ഇസ് ഈക്വൽ ടു 8 K2 അല്ലേ? ഇത് M2 സെക്കൻഡിൻ്റെ കണ്ടക്ടറിൻ്റെ K ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ സെക്കൻഡ് K2ൻ്റെ വാല്യൂ K ആണ്. അപ്പോൾ K1 ഇസ് ഈക്വൽ ടു 8 K2ക്ക് പകരം K എന്ന് യൂസ് ചെയ്യുക. അപ്പോൾ K എന്ന് വരും. അപ്പോൾ K1 ഇസ് ഈക്വൽ ടു 8 K. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. അപ്പോൾ കാര്യം പഠിച്ചതായാലും ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ശരിയൊരു ലെന്തി ചാപ്റ്റർ ആണെന്നേ ഉള്ളൂ. കുറേ കൺസെപ്റ്റ് ഉണ്ട്, കുറേ ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ക്വസ്റ്റ്യൻസ് എപ്പോഴും സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ആ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്ക് പുതിയ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പിക് അല്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഒത്തിരി ടോപ്പിക്സ് ഉണ്ടെന്നേ ഉള്ളൂ. അതായത് നമുക്ക് തെർമോ കെമിസ്ട്രി പഠിക്കാനുണ്ട്, നമ്മുടെ തെർമോമെട്രി പഠിക്കാറുണ്ട്, തെർമൽ എക്സ്പാൻഷൻ പഠിക്കാറുണ്ട്, കലോറിമെട്രി പഠിക്കാനുണ്ട്, പിന്നെ തെർമൽ ട്രാൻസ്മിഷൻ പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ ടോപ്പിക്സ് വരുന്നൊരു വലിയൊരു ചാപ്റ്ററാണ്. പക്ഷേ ചാപ്റ്റർ ഈസിയാണ്, കാരണം ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് മാറ്റി പുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴയ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അത്യാവശ്യം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ താങ്ക് യു, ബൈ.